ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ 2D ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് ഡ്രോയിങ്സ്, പ്ലാൻ വ്യൂ അതൊക്കെ നമ്മൾ വരച്ച് നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് 3D വ്യൂ ആണ്. 3 ഡയമെൻഷണൽ വ്യൂ എങ്ങനെയാണ് വരിക. അത് നമ്മൾ സാധാരണ ഐസോമെട്രിക്സ് ഡ്രോയിങ്സ് എന്നാണ് പറയാം. ഐസോമെട്രിക് ഡ്രോയിങ്സ് അല്ലെങ്കിൽ സ്പൂൾ ഡ്രോയിങ് എന്ന് പറയും, SPOOL. അപ്പോൾ ഐസോമെട്രിക്സ് ഡ്രോയിങ്സ് എങ്ങനെയാണെന്ന് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ നോർത്തും സൗത്തും ഒക്കെ ഡയറക്ഷൻസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു. അതേപോലെയല്ല, ഇതിന് ചെറുതായിട്ട് നമ്മൾ 3D വ്യൂ വരയ്ക്കുന്നതുകൊണ്ട് ആംഗിളിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ചെറിയൊരു ആംഗിളിലാണ് നമ്മൾ വരയ്ക്കുക. ഇപ്പോൾ കണ്ടോ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. ഈ സൈഡാണ് നോർത്ത് വരുന്നത്. നോർത്ത് മാർക്ക് ചെയ്യുക, ദെൻ സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഈ 4 ഡയറക്ഷൻ ഇങ്ങനെയാണ് വരിക. പിന്നെ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഈ 4 പൊസിഷനിൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, ഇത് 4ഉം കിടക്കുന്നത് ഒറ്റ പ്ലെയിനിലാണ്. ഇങ്ങനെ ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ സർഫസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജ് ഓരോ ഡയറക്ഷൻ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, 4 ഡയറക്ഷനാണ്. ഒറ്റ പ്ലെയിനിലാണ് കിടക്കുന്നത് കേട്ടോ. അതിൽ നിന്ന് മേലേക്ക് അപ്പ് മേലേക്ക് വരുമ്പോൾ അപ്പ് ഡയറക്ഷൻ, ദെൻ അതിൽ നിന്ന് താഴേക്ക് ഡൗൺ. അപ്പോൾ അത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് ആ 4 പൊസിഷൻ എന്ന് പറയുന്നത്. ഒരു ഒറ്റ പ്ലെയിനിൽ എടുക്കുന്നു, ദെൻ ഡൗൺ, അപ്പം ഡൗൺ. ഇനിയിപ്പോൾ നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണോ അവർ പറയുന്നത് ആ ഡയറക്ഷന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഡ്രോ ആൻ ഐസോമെട്രിക് ഡ്രോയിങ്സ് വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളെവിടെ നോട്ടിലെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക, എന്നിട്ട് നമുക്ക് വരച്ചു തുടങ്ങാം. ഓക്കെ, എ പൈപ്പ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ബോട്ടം ഓഫ് എൻ എക്യുപ്മെൻറ്റ് ആൻഡ് ട്രാക്കിംഗ് 25 മീറ്റർ ഡൗൺ. 25 മീറ്റർ താഴേക്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 25 മീറ്റർ ഡൗൺ. അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ 25 മീറ്റർ. ആൻഡ് ടേക്ക് എ ടേൺ ടുവേർഡ്സ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒരു ടേൺ എടുക്കുന്നു. അപ്പോൾ വെസ്റ്റിന് പാരലലായിട്ടൊരു ലൈൻ വരയ്ക്കുക. അത് 7 മീറ്ററാണ്. മാർക്ക് ചെയ്യുക, 7 മീറ്റർ ആണെന്നുള്ളത് മാർക്ക് ചെയ്യുക. ഓക്കെ, വെസ്റ്റിന് പാരലലായിട്ട്, ഇതാണ് വെസ്റ്റ് ഡയറക്ഷൻ, അതിന് പാരലലായിട്ടാണ് ആ ലൈൻ നിൽക്കുന്നത്. അത് 7 മീറ്റർ ആണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തു. ഒരു ഏകദേശം എടുത്ത് വരച്ച് നോക്കുക. ദെൻ ദ ലൈൻ അഗെയിൻ ട്രാവലിംഗ് ടുവേർഡ്സ് നോർത്ത് ഡയറക്ഷൻ. ആ നോർത്ത് ഡയറക്ഷനിലേക്ക് പാരലലായിട്ട്, അതായത് 3 മീറ്റർ, ഏകദേശം ഒരു 3 മീറ്റർ എടുത്ത് വരയ്ക്കുക. അപ്പോൾ ആ നോർത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, എവിടേക്കാണ് ഡയറക്ഷൻ എന്നുള്ളത്. അതിന് പാരലലായിട്ടുള്ളത് ലൈന് വരയ്ക്കുക. ഓക്കെ, ദെൻ ടേൺഡ് ടുവേർഡ്സ് ഈസ്റ്റിലേക്ക് ട്രാവൽ 22 മീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷൻ 22 മീറ്റർ വരച്ചു. ആ ഈസ്റ്റിനെ നമ്മൾ ഡയറക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് പാരലലായിട്ട് 20 മീറ്റർ ലൈൻ വരച്ചു. ദെൻ ടേക്ക് ടേൺ അപ്വേർഡ്സ്, മുകളിലേക്കാണ് ട്രാവൽ 22 മീറ്റർ. അഗെയിൻ 22 മീറ്റർ അപ്വേർഡ്, മോൾ ഭാഗത്തേക്ക്. അപ്പം നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് 22 മീറ്റർ ആണ്. പിന്നെ പറയുന്നുണ്ട് ട്രാവൽ ടുവേർഡ്സ് സൗത്തിലേക്ക് 4 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട് പറയാം. അപ്പോൾ സൗത്തിന് പാരലലായിട്ട് വരച്ചു. അവിടെ നമ്മളൊരു എന്തിട്ട് കൊടുത്തു, ഒരു ഫ്ലാഞ്ചിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുത്തു. കാരണം അതൊരു വേറൊരു എക്യുപ്മെൻ്റായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. ആ എക്യുപ്മെൻ്റായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു നോസിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അത് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഒരു ഫ്ലാഞ്ചാണ് അറ്റത്ത് ഉണ്ടാവുക. ആ ഫ്ലാഞ്ചായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മളൊരു ഈ അറ്റത്തൊരു ഫ്ലാഞ്ചിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കും. അതേപോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരച്ചു തുടങ്ങിയ പൊസിഷൻ, അവിടെയും ഒരു എക്യുപ്മെൻറ്റിൻ്റെ താഴെ നിന്നാണ് ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം, പൈപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എക്യുപ്മെൻറ്റിൻ്റെ താഴെയായിട്ടൊരു നോസിലുണ്ടാവും. ആ നോസിലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഈ പൈപ്പിൻ്റെ അറ്റത്ത് ഒരു ഫ്ലാഞ്ച് ഉണ്ടാവും. ആ ഫ്ലാഞ്ചിൻ്റെ സിമ്പിളാണ് പൈപ്പിൻ്റെ അറ്റത്ത് വരച്ചിരിക്കുന്നത്. ഐസോമെട്രിക്സിൻ്റെ അടുത്ത ക്വസ്റ്റ്യനാണിത്. ജസ്റ്റ് ഒരു നോട്ടിൽ എഴുതി വയ്ക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പൈപ്പ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം എൻ എക്യുപ്മെൻറ്റ് നോസിൽ ടുവേർഡ്സ് സൗത്ത് ഡയറക്ഷൻ ഫോർ 5 മീറ്റർ. സൗത്ത് ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പാരലലായിട്ട്, ഇതാണ് ഡയറക്ഷൻ, അതിന് പാരലലായിട്ട് ഒരു പൈപ്പ് ലൈൻ വരയ്ക്കുക. അതിന് 5 മീറ്റർ മാർക്ക് ചെയ്യാം. ഓക്കെ, 5 മീറ്റർ മാർക്ക് ചെയ്തു. ദെൻ മൂവ് ടു ഡൗൺ ഡയറക്ഷൻ ഫോർ 20 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പൈപ്പ്
ഡൗൺ ഡയറക്ഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഡൗണിലേക്ക് ഇത് ഡൗൺ ഡയറക്ഷനിലേക്ക് 20 മീറ്റർ നമ്മൾ ഏകദേശം ഒരു അളവെടുത്ത് വരയ്ക്കുകയാണ്, മെഷർമെൻ്റാണ്. 20 മീറ്റർ മാർക്ക് ചെയ്തു. ആൻഡ് അഗെയിൻ ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ ടുവേർഡ്സ് ഈസ്റ്റ് ഫോർ 30 മീറ്റർ 30. ഈസ്റ്റ് ഡയറക്ഷൻ ഇതാണ്. അതിന് പാരലായിട്ട് 30 മീറ്റർ 30 മീറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ പിന്നെ പറയുന്നത് ആൻഡ് മൂവ്സ് അപ് ടു ഫോർ 10 മീറ്റർ, അപ്പിലേക്ക് 10 മീറ്റർ, മുകൾ സൈഡിലേക്ക് അപ്പ് 10 മീറ്റർ. ആൻഡ് ഫൈനലി ടേൺ ടുവേർഡ്സ് നോർത്ത്. പിന്നെ അവസാനമായിട്ട് നോർത്ത് ഡയറക്ഷനിലേക്കാണ് പറയുന്നത്. അത് 15 മീറ്റർ 15 നോർത്ത് ഇതാണ്. അതിന് പാരലായിട്ട് വരയ്ക്കുക. 15 മീറ്റർ 15 മീറ്റർ വരയ്ക്കാം. ഓക്കെ, ടു കണക്ട് ദി അതർ എക്യുപ്മെൻ്റ് എന്നാണ് പറയുന്നത്. 15 മീറ്റർ വരച്ച് കഴിയുമ്പോൾ വേറൊരു എക്യുപ്മെൻ്റ് ആയിട്ടുള്ള കണക്ഷനാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടറ്റത്തും ഓരോ ഫ്ലാഞ്ച് ഇട്ട് കൊടുക്കുക. കാരണം അത് രണ്ടും ഏതെങ്കിലും സിലിണ്ടറിൻ്റെ അല്ലെങ്കിൽ വേറെ പൈപ്പ് ലൈനിന്നോ കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ ഫ്ലാഞ്ച് വെച്ചിട്ട് വേണം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു ഫ്ലാഞ്ചിൻ്റെ സിമ്പിൾ രണ്ട് സൈഡിലും ഇട്ട് കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഐസോമെട്രിക്സ് ഡ്രോയിങ്സ് വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് റോളിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കാനായിട്ട് പോകണം. നമുക്കൊരു പൈപ്പ് ലൈൻ ഇതേപോലെ പ്ലാസ്റ്റിക് പൈപ്പ് ലൈൻ നമ്മൾ യൂസ് ചെയ്യാറില്ല, കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ 90 ഡിഗ്രിയുടെ അല്പമാണത്. അതിങ്ങനെ താഴേക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയാൻ, അതൊരു വെർട്ടിക്കൽ റോളിംഗ് ആണ്. അത് താഴേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ 45 ഡിഗ്രി ആംഗിളാണ് താഴേക്ക് ചരിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ 45 ഡിഗ്രി ഡൗൺ പൊസിഷനാണ്. അതേപോലെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ 45 ഡിഗ്രി അപ്പ് പൊസിഷൻ. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ വരുന്നതിനെയാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണതിന്. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് വെർട്ടിക്കൽ റോളിംഗ് ആണ്. അപ്പ് ആൻഡ് ഡൗൺ വരുന്നത് വെർട്ടിക്കൽ റോളിങ്ങിലാണ് അപ്പ് ആൻഡ് ഡൗൺ വരിക. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ റോളിംഗ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെർട്ടിക്കൽ ലൈൻസ് വെച്ചിട്ട് നമ്മൾ ഹാച്ച് ചെയ്യും. അടുത്തതായിട്ട് ഇങ്ങനെയാണ് പൈപ്പ് ലൈൻ എന്ന് വിചാരിച്ചു. ഈ പൈപ്പ് ലൈൻ ഒരു 45 ഡിഗ്രി ഇങ്ങനെ ചരിച്ച് വയ്ക്കുകയാണ്, റോൾ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലിയാണ് റോൾ ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ ഇരിക്കുന്ന പൈപ്പ് ലൈൻ ഒന്ന് ബാക്കിലേക്ക് 45 ഡിഗ്രി അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് 45 ഡിഗ്രി ചരിക്കുകയാണ്. അതിന് ഹൊറിസോണ്ടൽ റോളിംഗ് എന്ന് പറയും. അതിന് നമ്മൾ ഹൊറിസോണ്ടലിയാണ് ഹാച്ച് ചെയ്യുക. ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 90 ഡിഗ്രി എൽബോ റോളിംഗ് ഡൗൺ എന്നുള്ള പൊസിഷനാണ്. അതായത് നോർത്ത് സൈഡിലേക്ക് ഒരു പൈപ്പ് ലൈൻ പോകുന്നു ആദ്യം. ദെൻ രണ്ടാമത്തെ പൈപ്പ് ലൈൻ പോകുന്നത് ഈസ്റ്റ് സൈഡിലേക്കാണ്. ഈസ്റ്റിലേക്ക് പോകുന്നത് ഡയറക്റ്റ് ആ പ്ലെയിനിൽ ഫസ്റ്റ് ലൈനിൻ്റെ പ്ലെയിനിലല്ല രണ്ടാമത്തെ പൈപ്പ് ലൈൻ എടുക്കുന്നത്. അത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് 45 ഡിഗ്രിയാണ് എടുക്കുന്നത്. അതായത് 45 ഡിഗ്രി റോളിംഗ് ഡൗൺ എന്നുള്ള പൊസിഷനാണ് രണ്ടാമത്തെ പൈപ്പ് ലൈൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു നോർത്തിലേക്ക് ഒരു പൈപ്പ് ലൈൻ വരുന്നു. ദെൻ 45 ഡിഗ്രി റോളിംഗ് ഡൗൺ, 45 ഡിഗ്രി താഴേക്ക് റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് വെർട്ടിക്കൽ റോളിംഗ് ആണ്. ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നോർത്തും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലോ ടോപ്പിലായിട്ട്. ദെൻ കോമൺ ആയിട്ട് അടിയിൽ ലൈൻ ചെയ്തിട്ടുണ്ട്. ലൈൻ ഗോസ് ടു സൗത്ത്. ഫസ്റ്റ് ലൈൻ എപ്പോഴും സൗത്തിലേക്കാണ് പോകുന്നത്. ദെൻ 90 ഡിഗ്രി എൽ എന്ന് പറഞ്ഞാൽ എൽബോ ആണ്. 90 ഡിഗ്രി എൽബോ, 45 ഡിഗ്രി റോളിംഗ്, 45 ഡിഗ്രി റോൾ ചെയ്ത് വെച്ചിരിക്കുക. ആ റോളിങ് പല പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് പൈപ്പ് ലൈൻ സൗത്തിലേക്കാണ് വരുന്നത്. ദെൻ രണ്ടാമത്തെ പൈപ്പ് ലൈൻ ഈസ്റ്റിലേക്ക് പോകേണ്ടതാണ്. ആ ഈസ്റ്റിലേക്ക് പോകേണ്ടത് ഒരു 45 ഡിഗ്രി ഡൗൺവേർഡ് റോൾ ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഡൗൺവേർഡ് റോൾ ചെയ്തുകൊണ്ട് അത് വെർട്ടിക്കൽ റോളിംഗ് ആണ്. അതിന് വെർട്ടിക്കൽ ഹാച്ചിങ് കൊടുത്തുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ സെയിം തന്നെ സൗത്ത് ഡയറക്ഷനിലേക്ക്. രണ്ടാമത്തെ പൈപ്പ് ലൈൻ വരുന്നത് വെസ്റ്റ് സൈഡിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഒരു 45 ഡിഗ്രി ഡൗൺ റോൾ ചെയ്ത് വെച്ചിരിക്കുക. അതും വെർട്ടിക്കൽ റോളിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് വെർട്ടിക്കൽ ഹാച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ മൂന്നാമത്തേലും ഫസ്റ്റ് ലൈൻ സൗത്തിലേക്ക് തന്നെ. ദെൻ സെക്കൻഡ് ലൈൻ വരുന്നത് ഈസ്റ്റിലേക്ക് പോകേണ്ട ലൈൻ അപ്വേർഡ് ചെയ്തിരിക്കുക. ഈസ്റ്റിലേക്ക് പോകേണ്ടത് അപ്വേർഡ് ഡയറക്ഷൻ പൊക്കി വെച്ചിരിക്കുകയാണ്. 90 ഡിഗ്രി എൽബോ വൺ സൈഡ് പൊക്കി വെച്ചിരിക്കുകയാണ്.
റോളിംഗ് അപ്പ് എന്നാണ് പറയാം. റോളിംഗ് അപ്പ് ചെയ്തിരിക്കുകയാണ് 45 ഡിഗ്രി. ഓക്കെ. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ അതിൽ രണ്ടാമത്തെ പൈപ്പ് ലൈൻ വരുന്നത് വെസ്റ്റിലേക്ക് പോകേണ്ടത് അപ്പ് ടു വെസ്റ്റിലേക്ക് പോകേണ്ടത് 45 ഡിഗ്രി അപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് 90 ഡിഗ്രി എൽബോ തന്നെയാണ്. ആ 90 ഡിഗ്രി എൽബോ വെച്ചിട്ട് 45 ഡിഗ്രി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഇതിൽ കറക്റ്റായിട്ട് ഓരോ ലൈൻ എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ പോയിൻ്റായിട്ട് എഴുതിയിട്ടുണ്ട് ലൈൻ ഗോസ് ടുവേർഡ്സ് നോർത്ത് ഡയറക്ഷൻ ഹൊറിസോണ്ടലി. നോർത്തിന് ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ലൈനാണ് ഫസ്റ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് നോക്കുക. നോർത്ത് ഡയറക്ഷന് പാരലായിട്ടാണ് വരച്ചിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ പോയിൻ്റായിട്ട് 90 ഡിഗ്രി എൽബോ റോളിംഗ് 45 ഡിഗ്രി ഡൗൺ ടു ഈസ്റ്റ്. എൽബോ രണ്ടാമത്തെ ആയിട്ട് അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ എൽബോ ആണ്, 90 ഡിഗ്രി എൽബോ ആണ്. അത് ഈസ്റ്റിലേക്ക് പോകേണ്ടതാണ്. അത് 45 ഡിഗ്രി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് വെച്ചിരിക്കുക. 90 ഡിഗ്രി എൽബോ 45 ഡിഗ്രി റോളിംഗ് ഡൗൺ താഴേക്ക് പൊസിഷനിലേക്ക് വെച്ചിരിക്കുക, റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വെർട്ടിക്കൽ റോളിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഹാച്ചിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെർട്ടിക്കലായിട്ടാണ് ഹാച്ച് ചെയ്തിരിക്കുന്നത്. ദെൻ മൂന്നാമത്തത് പൈപ്പ് ഗോസ് 45 ഡിഗ്രി വെർട്ടിക്കൽ ടു ഈസ്റ്റ്. ആ എൽബോമ് നമ്മളൊരു പൈപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ആ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും. അതാണ് മൂന്നാമത്തത്. ദെൻ നാലാമത്തത് 45 ഡിഗ്രി എൽബോ ഗോസ് ടു ഈസ്റ്റ്. അപ്പോൾ അതൊരു 45 ഡിഗ്രിയിൽ ചെരിഞ്ഞിട്ടാണ് ആ പൈപ്പ് ഇരിക്കുന്നത്. അത് നമ്മൾ ഈസ്റ്റിനെ പാരലാക്കാൻ വേണ്ടി ഒരു 45 ഡിഗ്രിയുടെ എൽബോ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതാണ് നാലാമത്തെ പോയിൻ്റ്. ആ പോയിന്റിലുള്ള എൽബോ 45 ഡിഗ്രിയാണ്. എന്നിട്ട് നമ്മളത് ഈസ്റ്റിനെ പാരലാക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അഞ്ചാമത്തെ പോയിൻ്റായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് ലൈൻ ഗോസ് ടു ഈസ്റ്റ് ഹൊറിസോണ്ടലി. അപ്പോൾ ഈസ്റ്റിന് ഹൊറിസോണ്ടലായി ഇപ്പോൾ ഓൾറെഡി അതിലേക്ക് നമ്മളൊരു പൈപ്പ് കണക്ട് ചെയ്ത് കൊടുത്തു. അതാണ് അഞ്ചാമത്തെ പൈപ്പ് ലൈൻ. ഓക്കെ, നിങ്ങളൊന്ന് നിർത്തി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ക്ലിയർ ആവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ആദ്യത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പൈപ്പ് 45 ഡിഗ്രി വെർട്ടിക്കൽ ടു ഈസ്റ്റിന്. അതായത് ഇത് കെടുക്കുന്ന ഈ പൈപ്പ് ലൈൻ കെടുക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് കെടുക്കുന്നത്. പക്ഷേ ആ ഒന്നാമത്തെ പൈപ്പ് ലൈൻ കെടുക്കുന്നത് പക്ഷേ അങ്ങനെയല്ല. ഒരു 45 ഡിഗ്രി റോളിംഗ് അപ്വേഡ് മുകളിലേക്ക് ഒരു 45 ഡിഗ്രി റോളിംഗ് അപ്പാണ് 45 ഡിഗ്രി. ഓക്കെ. ദെൻ രണ്ടാമത്തെ പോയിന്റ് പറയുന്നുണ്ട് ഒരു 45 ഡിഗ്രി എൽബോ ഡൗൺ ടു ഈസ്റ്റ് ഡയറക്ഷന് പാരലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 45 ഡിഗ്രി എൽബോ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ദെൻ മൂന്നാമത് പൈപ്പ് ഹൊറിസോണ്ടലി ഗോസ് ടു ഈസ്റ്റിന് പാരലായിട്ട് ആ എൽബോയിലേക്ക് നമ്മളൊരു പൈപ്പ് കണക്ട് ചെയ്ത് കൊടുത്തു. ഇതിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഫസ്റ്റത്തെ പൈപ്പ് ലൈൻ ഇരിക്കുന്നത് റോളിംഗ് പൊസിഷനാണ്. 45 ഡിഗ്രി അപ്പ് എന്നുള്ള ഒരു പൊസിഷനിലാണ് റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വെർട്ടിക്കൽ റോളിംഗ് ആയതുകൊണ്ട് വെർട്ടിക്കലി ഹാച്ച് ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ ഇത് മേലെ നിന്ന് നോക്കുമ്പോൾ നമ്മളൊരു ടോപ്പ് വ്യൂ അഥവാ പ്ലാൻ എന്ന് പറയുന്ന സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള പൊസിഷനാണ്. ടോപ്പ് നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനും പോലെ തോന്നും. പക്ഷേ അതിൻ്റെ വെസ്റ്റ് സൈഡിലുള്ള പൈപ്പ് എന്ന് പറയുന്നത് റോളിംഗ് അപ്പ് ഒരു 45 ഡിഗ്രി അപ്പ് മുകളിലേക്ക് റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഐസോമെട്രിക്സ് ഡ്രോയിങ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൈപ്പ് എങ്ങനെ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.